അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിൻ്റെ പേര്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൽ മുക്കാൽ, അതായത് 1, 2, 3 പാദങ്ങൾ, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നത്. ഈ നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്, ലിബ്ര എന്ന പേരായിട്ടുള്ള. തുലാം രാശിക്കാർക്ക് ഒരു കരിയറിലൊക്കെ ചില മാറ്റങ്ങൾ വരാവുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യ ഭാഗത്ത് 9-ാം ഭാവത്തിൽ വ്യാഴം ഉണ്ട്. ആ വ്യാഴം 9-ാം ഭാവത്ത് വരുമ്പോൾ എല്ലാ സർവൈശ്വര്യകാരകനാണ് വ്യാഴം. അത് 9-ാം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. പിന്നീടത് 10-ാം ഭാവത്തിലേക്ക്, 2-ാം തീയതിക്ക് ശേഷം 10-ാം ഭാവത്തിലേക്ക് മാറുന്നു. 9-ാം ഭാവത്തിലുള്ള കാലത്ത് പഠനം സംബന്ധമായിട്ടോ ഗവേഷണം സംബന്ധമായിട്ടും ഒക്കെ ചില യാത്രകളൊക്കെ വേണ്ടിവരും. അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന 10-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആ ശ്രമങ്ങൾ അവരവർ ചെയ്തു വന്നിരുന്ന അഥവാ ചെയ്തു തീർത്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഉള്ള, അതിൽ നിന്നുള്ള ലാഭങ്ങളും ഒക്കെ വരാനും അംഗീകാരങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ജോലി രംഗത്തും ഒക്കെ വലിയ മുന്നേറ്റം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് ഒരു റെക്കഗ്നീഷൻ ഉണ്ടാവുക, ഒരു ലീഡർഷിപ്പ്, തൻ്റെ ലീഡർഷിപ്പ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, അതുപോലെ ജോലിയിലോ ഒക്കെ പ്രമോഷൻസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അനുകൂല ഫലങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാവുന്നതാണ്. വരുമാനം ക്രമേണ ഉയരുന്നതായിട്ട് കാണാം. മറ്റുന്ന കഷ്ടനഷ്ടങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. കുടുംബജീവിതത്തിലും സമാധാനത്തോടുകൂടി വർത്തിക്കാൻ, കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. ആരോഗ്യപരമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവുന്നില്ല. രോഗങ്ങളുള്ളവർക്ക് അതിൽ നിന്നുള്ള ഒരു വിമുക്തിയും ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ്.